എല്ലാവർക്കും നമസ്കാരം. ആളൂർ ഗ്രാമപഞ്ചായത്തിലെ കുഴിക്കാട്ടുശ്ശേരി വരദനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പാറമടകളുണ്ട്. 2 പാറമടയുണ്ട്. അതിൽ ഈ ആളൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിൽപ്പെടുന്ന പാറമടയിൽ ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ കൊറ്റനല്ലൂർ സ്വദേശി നട്ടേക്കാടൻ വീട്ടിൽ ജോഷി എന്നയാളെ കാണാതായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാള ഫയർഫോഴ്സ് സംഘം വന്ന് ഈ പാറമടയിൽ തെരച്ചിൽ നടത്തി. തെരച്ചിൽ നടത്തിയതിനു ശേഷം കൂടുതൽ ആഴമുള്ളതിനാൽ ചാലക്കുടി ഫയർഫോഴ്സിലെ സ്കൂബ സംഘത്തെ വിളിക്കുകയും അവർ തെരച്ചിൽ നടത്തുകയും അതിനുശേഷം ഈ കാണാതായ നട്ടേക്കാടൻ വീട്ടിൽ ജോഷി എന്നയാളുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. വളരെ ദുഃഖകരമായിട്ട് വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, 2024 ജനുവരി 14 തീയതി ഇതേ കുളത്തിൽ തന്നെയാണ് 3 യുവാക്കൾ കാറ് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട് ഒരു നാടിൻ്റെ തീരാവേദനയായിട്ട് മാറിയത്. പെരുന്നാളാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു വരുമ്പോഴാണ് ഈ 3 യുവാക്കൾ ഈ പാറമടയിലേക്ക് മറിഞ്ഞത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആ സ്കൂബ സംഘം തന്നെയാണ് ഇപ്പോഴും ഈ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി, മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയും ചാലക്കുടിയിൽ നിന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ കൈവരിയിൽ ഈ പാറമടയ്ക്ക് ഇടയിലൂടെ 2 പാറമടകളാണ്, ഒന്ന് മാള പഞ്ചായത്തിന്റെ അതിർത്തിയിലും ഒന്ന് ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിലും വരുന്നത്. അപ്പോൾ ഇതിന്റെ സൈഡിലുള്ള ഈ കൈവരി പോരാ. ശരിക്കും പറഞ്ഞാൽ കൈവരി അപകട സാധ്യത ഉണ്ടാക്കുന്നു. കാരണം തൊട്ടടുത്ത് തന്നെയാണ് ഈ കൈവരി പാറമടയോട് ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ സ്കൂബ അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സ് കൃത്യമായിട്ട് അറിയിപ്പ് തന്നിരുന്നു. ഈ വിഷയം എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനിയും വ്യക്തമാകാനുണ്ട്. ഈ പാറമട ഇപ്പോൾ ഒരു ദുരന്ത സമാന കണക്കെ നിൽക്കുകയാണ്. പാറമടയിൽ കാണാതായ ആളുടെ മൃതദേഹം ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം തിരച്ചിലിൽ കണ്ടെത്തി. ആളൂർ പഞ്ചായത്ത് കുഴിക്കാട്ടുശ്ശേരിയിൽ വരദനാട് എന്ന സ്ഥലത്ത് പാറമടയിൽ ആളൂർ കൊറ്റനല്ലൂർ സ്വദേശി 48 വയസ്സുള്ള നാട്ടേക്കാടൻ വീട്ടിൽ ജോഷി ജോസിനെയാണ് കാണാതായത്. കുറച്ചു സമയമായി ആളെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും കാണാതായ ആൾക്കായി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ആളുടെ വാഹനവും ചെരുപ്പും പാറമടയ്ക്കരികിൽ കിടക്കുന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മാള അഗ്നിശമന നിലയത്തിലേക്ക് അറിയിപ്പ് ലഭിക്കുന്നത്. മാള നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയനമസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജിതിൻ രാജിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തുകയും പാറമടയ്ക്ക് ആഴക്കൂടുതലുള്ളതിനാൽ ചാലക്കുടി നിലയത്തിൽ നിന്നും സ്കൂബ ഡ്രൈവേഴ്സും സ്ഥലത്തെത്തി. തുടർന്ന് സ്കൂബ ഡ്രൈവേഴ്സ് നടത്തിയ തിരച്ചിലിലാണ് കാണാതായ ആളെ കണ്ടെത്തിയത്. സ്കൂബ ഡ്രൈവേഴ്സായ സന്തോഷ് കുമാർ PS, അനിൽ മോഹൻ, നിമേഷ് RM, മിഥുൻ MM, റെനീഷ് ES എന്നിവരാണ് തിരച്ചിലിലുണ്ടായത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഏതാണ്ട് കൃത്യം 1 വർഷം മുൻപ് 2024 ജനുവരി 14 അർദ്ധരാത്രിയിൽ കാർ ഉൾപ്പെടെ 3 പേർ അപകടത്തിൽപ്പെട്ട അതേ പാറമടയിൽ തന്നെയായിരുന്നു ഈ സംഭവം. അന്നും ഏതാണ്ട് ഈ ക്രൂ തന്നെയായിരുന്നു ആ 3 പേരെയും മുങ്ങിയെടുത്തത്.